Hi dear students, welcome to Talim International Education. So ഇന്ന് നമ്മുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സ്നേക്ക് ബൈറ്റ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്കറിയാം സ്നേക്ക് ബൈറ്റ്, പാമ്പിൻ്റെ കടി എന്നുള്ളത് അല്ലേ. നമ്മളുടെയൊക്കെ അനുഭവങ്ങളിൽ ഉണ്ടായിരിക്കും ഒരു പാമ്പ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതോ അല്ലെങ്കിൽ നമ്മൾ തല്ലിക്കൊന്നതോ അത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കും. എന്നിരുന്നാലും പാമ്പ് അല്ലെങ്കിൽ സ്നേക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പേടി വരാറുണ്ട്. ഇനി സ്നേക്ക് ആവണമെന്നില്ല, എന്തെങ്കിലും നിഴല് പോലെ എന്തെങ്കിലും കണ്ടാൽ പോലും നമ്മൾ പേടിച്ചോടാറുണ്ട്. അത്രയ്ക്കും ഡേഞ്ചറസ് ആണ് സ്നേക്സ് എന്നുള്ളത്. നമുക്കറിയാം ഒരുപാട് വെറൈറ്റീസ് ഓഫ് സ്നേക്സ് ഉണ്ട്. അതിൽ തന്നെ വെനമസ് ആയിട്ടുള്ളതും നോൺ വെനമസ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമുക്കിത് കേൾക്കുമ്പോൾ, ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ ഒരു പേടി വരാറുണ്ട്. So today we are going to discuss the first chapter from your English textbook, that is Snake Bite. ശങ്കർ എന്നുള്ള ഒരു വ്യക്തി എഴുതിയ ഒരു ചെറു കഥയാണ് സ്നേക്ക് ബൈറ്റ് എന്നുള്ള കഥയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സോ ഹിയർ വി ഹാവ് എ ഹീറോ. നമുക്കൊരു ഹീറോ ഉണ്ട്, അതൊരു കുട്ടിയാണ്. ഓക്കെ, സോ ഹിയർ ഹാവ് യു എവർ ടീസ്ഡ് ആൻ ആനിമൽ? നമ്മുടെ ഓതർ ഒരു കാര്യം ചോദിക്കുന്നുണ്ട് നമ്മോട്. The first question, have you ever teased an animal? നമ്മൾ ഏതെങ്കിലും ഒരു മൃഗത്തെ നമ്മൾ ശല്യപ്പെടുത്തിയിട്ടുണ്ടോ? നമ്മൾ ചിലപ്പോൾ ടൂറൊക്കെ പോകാറുള്ള സാഹചര്യങ്ങളിൽ ചില മങ്കീസിനെ കാണുമ്പോൾ നമ്മൾ അവരെയൊക്കെ ടീസ് ചെയ്യാൻ, ശല്യപ്പെടുത്താൻ വേണ്ടി നോക്കാറുണ്ട് അല്ലേ. എന്തെങ്കിലുമൊക്കെ എറിഞ്ഞു കൊടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കല്ലെടുത്ത് എറിഞ്ഞിട്ടോ അവരെങ്ങനെ ശല്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ നോക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വീട്ടിൻ്റെ മുന്നിലൂടെ പോകുന്ന പൂച്ച, നായ എന്നീ മൃഗങ്ങളെയൊക്കെ നമ്മൾ ചിലപ്പോൾ ശല്യപ്പെടുത്താറുണ്ട്, എന്തെങ്കിലും ഒക്കെ എറിഞ്ഞിട്ട്. അങ്ങനെ ഏതെങ്കിലും അനിമൽസിന് നിങ്ങൾ ശല്യപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം. വാട്ട് ഡിഡ് യുവർ എൽഡേഴ്സ് ഹാവ് ടു സേ ടു യു? നിങ്ങളുടെ മുതിർന്ന ആളുകൾ, നിങ്ങളുടെ വീട്ടിലെ മുതിർന്ന ആളുകൾ, അച്ഛനാവാം, അമ്മയാവാം, അമ്മാവനാവാം, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദേഴ്സ്, ഗ്രാൻഡ് മദർ, ഇവരൊക്കെ ആവാം. അവർ നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ആ സമയത്ത് നിങ്ങളൊരു മൃഗത്തെ ശല്യപ്പെടുത്തുമ്പോൾ, പ്രയാസപ്പെടുത്തുമ്പോൾ അവരെന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഹൗ ഡിഡ് ദ ആനിമൽ റിയാക്ട്? എങ്ങനെയായിരിക്കും ആ ഒരു ആനിമൽ അതിനെ റിയാക്ട് ചെയ്യുക? ഇപ്പം നോർമലായിട്ട് ഒരു കോഴി, അതിനെ നമ്മളൊരു കല്ലെടുത്ത് എറിഞ്ഞാൽ അതിങ്ങനെ പാറി അല്ലെങ്കിൽ ഒന്ന് ഓടിപ്പോവും. എന്നാൽ ചില ആനിമൽസ് അതിനെ റിയാക്ട് ചെയ്യും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മങ്കീസ്, അവർ റിയാക്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ എറിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മളോട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് അത് ഓടി വരും നമ്മുടെ അടുത്തേക്ക്. ഇനി കോഴികളുടെ കേസ് എടുത്താലും അങ്ങനെ തന്നെയാണ്. അവർ മുട്ടയൊക്കെ വിരിഞ്ഞ് ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ഒന്ന് ചെന്ന് നോക്കൂ, ആ തള്ളക്കോഴി നമ്മുടെ പിന്നാലെ ഓടി വരും അല്ലേ, നമ്മുടെ പിറകെ ഓടി വരും. സോ അതവർ റിയാക്ട് ചെയ്യുകയാണ്. ആ കുട്ടികളെ വേദനിപ്പിക്കാതിരിക്കാൻ അവർ റിയാക്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്തായിരിക്കും അത്തരത്തിലുള്ള റിയാക്ഷൻ, ആനിമൽസിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് ചോദിക്കാം. ഡിഡ് യു തിങ്ക് അബൌട്ട് ഹൗ ദ ആനിമൽ ഫെൽറ്റ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ശല്യപ്പെടുത്തുമ്പോൾ ആ ആനിമൽസിന് എന്തായിരിക്കും അവർ ഫീൽ ചെയ്യുന്നുണ്ടാവുക, എത്രത്തോളം വിഷമം അവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇൻ ദി സ്റ്റോറി, ഈ ഒരു കഥയിൽ ദ നറേറ്റർ രാജ, ഇവിടെ ഞാൻ പറഞ്ഞൊരു ഹീറോ ഉണ്ടെന്ന് അല്ലേ. ഈ കഥ പറയുന്നതും ആ ഹീറോ ആണ്, നറേറ്റർ ആണ്. ഹിസ് നെയിം ഈസ് രാജ. രാജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി, ഹി ഈസ് ആൻ ഇന്നസെന്റ് യങ് ബോയ്, വളരെ നിഷ്കളങ്കനായിട്ടുള്ള ചെറിയൊരു കുട്ടിയാണ്. ഹി ഈസ് അഡ്വെഞ്ചറസ് ആൻഡ് ലൈക്സ് ടു മെഡൽ വിത്ത് ക്രീച്ചേഴ്സ് ലൈക്ക് സ്നേക്സ് ആൻഡ് ബീസ്. അവൻ വളരെ സാഹസികനാണ്. ഈ സാഹസം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള സാഹസങ്ങളുണ്ട്. ബൈക്ക് കൊണ്ട്, സൈക്കിൾ കൊണ്ട് സാഹസികത കാണിക്കുന്നവരുണ്ട്. മൗണ്ടെയിൻ ക്ലൈംബിങ്ങിലൂടെ സാഹസികത കാണിക്കുന്നവരുണ്ട്. ഇനി ചില മൃഗങ്ങളുമായിട്ട് സല്ലപിച്ച സാഹസങ്ങൾ കാണിക്കാറുണ്ട്. അപ്പം അത്തരത്തിലുള്ളൊരു സാഹസം കാണിക്കുന്ന ഒരു കുട്ടിയാണ് ഈ രാജ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി. ആൻഡ് ഹി ലൈക്സ് ടു മെഡൽ വിത്ത് ക്രീച്ചേഴ്സ് ലൈക്ക് സ്നേക്സ് ആൻഡ് ബീസ്. ചെറിയ പ്രാണികൾ, തേനീച്ച, കടുന്നൽ, അത്തരത്തിലുള്ള പ്രാണികൾ അല്ലെങ്കിൽ സ്നേക്സ്, പാമ്പുകൾ, ഇവരോടൊപ്പമൊക്കെ ഇവൻ എന്താണ് കളിക്കാൻ അല്ലെങ്കിൽ കൂട്ടുകൂടാനൊക്കെ ഭയങ്കര താല്പര്യം. അത്തരത്തിലുള്ള ഈ നമ്മളോട് പ്രതികരിക്കുന്ന, അറ്റാക്ക് ചെയ്യാൻ ടെൻഡൻസി കാണിക്കുന്ന മൃഗങ്ങളോട് കൂട്ടുകൂടാനാണ് അവന് താല്പര്യം. അതുകൊണ്ട് തന്നെയാണ് അതിന് സാഹസികത എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി നേരെ കഥയിലേക്ക് കടക്കാം. Now I'm giving you a short summary about this story. One day,
The author saw a small snake in the compound. അപ്പോൾ ഈ നറേറ്റർ, ഈ രാജ എന്ന് പറഞ്ഞ കുട്ടി അവൻ്റെ വീട്ടിലെ കോമ്പൗണ്ടിനുള്ളിൽ, ആ വീട്ടിന് മുറ്റത്ത് ചെറിയ ഒരു പാമ്പിനെ അവൻ കണ്ടു. എ സ്മോൾ സ്നേക്ക്. ഇറ്റ് വാസ് ക്രോളിംഗ് അലോങ് സ്ലോലി, ബട്ട് വെൻ ഇറ്റ് സോ ദി ഓദർ ഇറ്റ് ഹിഡ് ഇറ്റ് സെൽഫ് ഇൻ എ കോക്കനട്ട് ഷെൽ. അപ്പോൾ ഈ കുട്ടീനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം മുറ്റത്ത് എന്ത് കണ്ടു? ചെറിയൊരു പാമ്പിനെ, അവൻ്റെ വീടിൻ്റെ കോമ്പൗണ്ടിലെ ഒരു പാമ്പിനെ, ചെറിയൊരു പാമ്പിനെ കണ്ടു. ഇറ്റ് വാസ് ക്രോളിംഗ് അലോങ് സ്ലോലി. അത് പതുക്കെ, ക്രോളിംഗ് എന്ന് പറഞ്ഞാൽ എഴഞ്ഞു പോവുക, അത് പതുക്കെ ഇങ്ങനെ എഴഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. വെൻ ഇറ്റ് സോ ദി ഓദർ ഇറ്റ് ഹിഡ് ഇറ്റ് സെൽഫ്. എന്നാൽ ഈ പാമ്പ് ഈ കുട്ടിയെ കണ്ടപ്പോൾ, ഈ ഓദറെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? പെട്ടെന്ന് മറഞ്ഞു നിന്നു. ഏതിലേക്കാണ് മറഞ്ഞത്? ഇൻ എ കോക്കനട്ട് ഷെൽ. അവിടെ ഒരു കോക്കനട്ടിൻ്റെ ഷെല്ലുണ്ടായിരുന്നു, ഒരു തേങ്ങയുടെ ഷെല്ലുണ്ടായിരുന്നു. ആ കോക്കനട്ട് ഷെല്ലിലേക്ക് ഉള്ളിലേക്ക് കയറി പതുക്കെ മറഞ്ഞിരുന്നു ഈ ഓദറെ കണ്ടപ്പോൾ. ദി ഓദർ ക്ലോസ് ദ മൗത്ത് ഓഫ് ദ കോക്കനട്ട് ഷെൽ വിത്ത് എ സ്റ്റോൺ ആൻഡ് ടുക്ക് ദ ഷെൽ ടു ഗ്രാൻഡ് മദർ. അപ്പോൾ ഈ പാമ്പ് എഴിഞ്ഞു പോകുന്നത് ഈ ഓദർ കണ്ടു. ആ കോക്കനട്ട് ഷെല്ലിലേക്ക് കയറി മറഞ്ഞിരിക്കുന്നതും കണ്ടു. ഇത് കണ്ട ഓദർ നേരെ ചെന്ന് ഒരു കല്ലെടുത്ത് ആ കോക്കനട്ട് ഷെൽ പതുക്കെ അടച്ചു, അതിനുള്ളിലാക്കിയ പാമ്പിനെ. എന്നിട്ട് ഈ കോക്കനട്ട് ഷെൽ എടുത്ത് നേരെ ഗ്രാൻഡ് മദറിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഗ്രാൻഡ് മദർ വാസ് ഷോക്ക്ഡ് ആൻഡ് ക്രൈഡ് ഫോർ ഹെൽപ്പ്. ഗ്രാൻഡ് മദർ ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് ഷോക്കായി പോയി. എന്നിട്ട് ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഗ്രാൻഡ് ഫാദർ കെയിം റണ്ണിങ്. ഇത് കേട്ട് ഗ്രാൻഡ് ഫാദർ ഓടി വന്നു. When they learned that the author had a snake in the shell. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹം അറിഞ്ഞു എന്ത്? ഈ ഒരു കുട്ടി ഈ സ്നേക്കിനെ ഈ കോക്കനട്ട് ഷെല്ലിലേക്ക് ആക്കിയിട്ടുണ്ട്. He snatched the shell and threw it away. ഇത് കണ്ട ഉടനെ ഈ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു? അവൻ്റെ കയ്യിൽ നിന്ന് he snatched the coconut shell. അത് തട്ടിപ്പറിച്ചു. ആ കോക്കനട്ട് ഷെൽ തട്ടിപ്പറിച്ചിട്ട് threw it away, ദൂരേക്ക് വലിച്ചെറിഞ്ഞു. The snake crawled away and disappeared behind some bushes. അങ്ങനെ എറിഞ്ഞപ്പോൾ ആ സ്നേക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നും വീണ് അത് നേരെ അഴിഞ്ഞ് തൊട്ടടുത്തുള്ള പുഷ്, അവിടെ കുറച്ച് ചെടികളുണ്ടായിരുന്നു, ഹെർബ്സ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിലേക്ക് ഡിസപ്പിയറായി, മാഞ്ഞു പോയി, ഉള്ളിലേക്ക് മറഞ്ഞു. ഗ്രാൻഡ് ഫാദർ വാണ്ട് ദ ഓദർ നെവർ ടു ഗോ നിയർ എ സ്നേക്ക്. ഇത് കണ്ട് ഗ്രാൻഡ് ഫാദറിന് കലിതുള്ളി. ഗ്രാൻഡ് ഫാദർ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, വാൺ ചെയ്തു, ഇനി ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സ്നേക്സിൻ്റെ അടുത്ത് പോലും നീ പോകാൻ പാടില്ല എന്നവനെ വാൺ ചെയ്തു. ബിക്കോസ് സ്നേക്സ് ആർ വെരി ഡേഞ്ചറസ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല സ്നേക്സ് എന്നുള്ളത്, അല്ലേ? ഡേഞ്ചറസ് ആണ്, വളരെയധികം ഡേഞ്ചറസ് ആണ്. അവരുടെ മൈൻഡ് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് കൊത്താനും അത് മരണം വരെ കാരണമാകുന്ന ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള അനിമലാണ്, മരണം വരെ സംഭവിക്കാവുന്ന ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള അനിമലാണ് സ്നേക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് നീ സ്നേക്കിൻ്റെ അടുത്തേക്ക് പോലും പോകരുത്, ബിക്കോസ് ദ സ്നേക്സ് ആർ വെരി ഡേഞ്ചറസ് എന്നുള്ള വാർണിംഗ് ആര് കൊടുത്തു? ഗ്രാൻഡ് ഫാദർ രാജയ്ക്ക് കൊടുത്തു. ലേറ്റർ ഇൻ ദ ഈവനിങ്, അങ്ങനെ സമയം കടന്നുപോയി, വൈകുന്നേരമായി. ദി ഓദർ ട്രൈഡ് ടു ക്യാച്ച് എ ബീ. അവനെന്ത് ചെയ്തു? വൈകുന്നേരമായപ്പോൾ ഇവനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്ത് നടക്കണം, അങ്ങനെ നടക്കുന്നൊരു കുട്ടിയാണ്. അപ്പം വൈകുന്നേരമായപ്പോൾ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ചെറിയൊരു ബീ, ഒരു ചെറിയൊരു തേനീച്ച, ഒരു കടന്നൽ പോലുള്ള ഒരു ഇൻസെക്റ്റിനെ കണ്ടു. അവൻ അതിനെ പിടിച്ചു. ആൻഡ് ഇറ്റ് സ്റ്റങ് ഹിം ഓൺ ഹിസ് ഫിംഗർ. അവൻ്റെ കയ്യിന് അത് കുത്തി. ദ ഓദർ ഫെൽറ്റ് എ ഷാർപ്പ് പെയിൻ ആൻഡ് റാൻ ടു ഗ്രാൻഡ് മദർ. അവനത് ഭയങ്കരമായിട്ട് വേദനിക്കാൻ തുടങ്ങി അത് കുത്തിയപ്പോൾ. അവനെന്ത് ചെയ്തു? നേരെ ഗ്രാൻഡ് മദറിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഗ്രാൻഡ് മദർ തോട്ട് ദാറ്റ് ദ ഓദർ ഹാഡ് ബീൻ ബിറ്റൻ ബൈ എ സ്നേക്ക്. ഇത് കണ്ടപ്പോൾ ഗ്രാൻഡ് മദർ വിചാരിച്ചു ഇവനെ വീണ്ടും പാമ്പിനെ പോയി പിടിച്ച് പാമ്പ് ഇവനെ കൊത്തിയിട്ടുണ്ട്. ഷീ കോൾഡ് ഔട്ട് ടു ഗ്രാൻഡ് ഫാദർ. ഈ ഗ്രാൻഡ് മദർ വേഗം ഗ്രാൻഡ് ഫാദർ വിളിച്ചപ്പോൾ അവൻ്റെ കയ്യിൽ ചെറിയ കുത്ത് കൊണ്ടിട്ടുണ്ട്, അവിടെ ചുമന്ന കളർ വന്നിട്ടുണ്ട്, അത് ചുമന്ന കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഗ്രാൻഡ് മദർ ആകെ പേടിച്ചത് പാമ്പ് കടിച്ചത് തന്നെ ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡ് ഫാദർ വിളിച്ചു. അറ്റ് ദ ഗ്ലാൻസ് ഓഫ് എ ബ്ലൂ മാർക്ക് ഓൺ ദ ഫിംഗർ. അങ്ങനെ ഇവൻ്റെ കയ്യിൻ്റെ ഈ ഒരു അറ്റത്ത് ചെറിയ തോതിൽ നീല കളറായി വന്നിട്ടുണ്ട് ആ കുത്തിയ ഭാഗം. ഇത് കണ്ടപ്പോൾ ഹി ടുക്ക് ദ ഓദർ ഇൻ ഹിസ് ആംസ്. നേരെ
കുട്ടിയെ ഈ രാജയെ കയ്യിലേക്ക് എടുത്തിട്ട് ടു ആൻ ഓൾഡ് ഗ്രേ ഹെയർഡ് മാൻ, നേരെ ഒരു തല നരച്ച ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ബിക്കോസ് ഹി ന്യൂ ദ ക്യൂർ ഫോർ സ്നേക്ക് ബൈറ്റ്. അദ്ദേഹത്തിന് അറിയാം, ആ നരച്ച മുടിയുള്ള ആ ഒരു വ്യക്തിക്കറിയാം ഒരു പാമ്പ് കടിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ അസുഖം മാറാൻ എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രതിവിധിയും ശുശ്രൂഷയും ഒക്കെ അറിയാവുന്ന ആളടുത്തേക്ക് ഈ കുട്ടിയെയും എടുത്തുകൊണ്ട് ഓടിപ്പോയി ഗ്രാൻഡ് ഫാദർ. എന്താണ് സംഭവിച്ചു? ദ ഓൾഡ് മാൻ ലുക്ക്ഡ് അറ്റ് ദ ഓതേഴ്സ് ഫിംഗർ. ആ പ്രായമുള്ള ആള് അദ്ദേഹത്തിന് അടുത്തെത്തി, അദ്ദേഹം കുട്ടിയെ നോക്കി, കുട്ടിയുടെ കൈ അറ്റം, ആ ബി കൊത്തിയ ഭാഗത്ത് നോക്കി. Then asked the author to sit down and not to move. താഴെ ഇരിക്കാനും ഇനി അവിടുന്ന് അനങ്ങരുത് എന്നും ഈ പ്രായമുള്ള ആൾ, ഈ പാമ്പ് വിദഗ്ധൻ എന്ത് ചെയ്തു? ആ കുട്ടിയോട് പറഞ്ഞു. The old man then took some water in a small brass vessel. അങ്ങനെ ആ ഓൾഡ് മാൻ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു. And started reciting some mantras. അതിങ്ങനെ എടുത്തിട്ട് ചില മന്ത്രങ്ങളൊക്കെ ഇങ്ങനെ ഉരുവിടാൻ തുടങ്ങി. നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ചില വൈദ്യന്മാരൊക്കെ ഇതുപോലുള്ള മരുന്നുകൾ കൊടുക്കുമ്പോൾ ചില മന്ത്രങ്ങളൊക്കെ ഉരുവിടും അവർ. അതേപോലെ കുറച്ച് മന്ത്രങ്ങളൊക്കെ ഉരുവിട്ട് ഇങ്ങനെ അത് കയ്യിൽ വെച്ച് ചൊല്ലാൻ തുടങ്ങി. The author wanted to tell the old man that it was a bee, not a snake, that had bitten him. ഈ കുട്ടിക്ക് പറയണമെന്നുണ്ട് ഈ ഓൾഡ് മാനോട്, എന്നെ കടിച്ചത് പാമ്പല്ല, ചെറിയൊരു ഇൻസെക്റ്റ് ആണ്, ഒരു തേനീച്ച, ഒരു കടന്നൽ പോലുള്ള ഒരു ഇൻസെക്റ്റ് ആണ് എന്നെ കടിച്ചത്, അത് കുത്തിയതാണ് എന്ന് ഇവന് പറയണമെന്നുണ്ട്. ബട്ട് ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് അലോ ഹിം ടു ടോക്ക്. പക്ഷെ ഗ്രാൻഡ് ഫാദർ അവനെ സംസാരിക്കാൻ സമ്മതിക്കുന്നേയില്ല. അവൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മിണ്ടല്ലേ നീ മിണ്ടാൻ നിൽക്ക് എന്ന് അവനോട് പറയാണ് ഗ്രാൻഡ് ഫാദർ. ദ ഗ്രാൻഡ് മദർ ടു ഹാഡ് അറൈവ്ഡ് ബൈ ദെൻ. അടുത്ത് തന്നെ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്രാൻഡ് മദർ ഓടി അവിടെ എത്തി. ആഫ്റ്റർ ഫ്യൂ മിനിറ്റ്സ്, കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം, ദ ഓൾഡ് മാൻ ഗോട്ട് അപ്പ്. ആ വയസ്സായ ആള് എണീറ്റ് നിന്നിട്ട് വാഷ്ഡ് ദ ഓതേഴ്സ് ഫിംഗർ, ഈ കുട്ടിയുടെ കൈ കഴുകി. ആൻഡ് ഗേവ് ഹിം സം വാട്ടർ ടു ഡ്രിങ്ക്, കുറച്ച് വെള്ളം കുടിക്കാനും കൊടുത്തു. ദെൻ ഹി ടേൺഡ് ടു ഗ്രാൻഡ് ഫാദർ. അങ്ങനെ ഗ്രാൻഡ് ഫാദർ അടുത്തേക്ക് തിരിഞ്ഞിട്ട് പറയാണ്, താങ്ക് ഗോഡ് യു ബ്രോട്ട് രാജ ഇൻ ടൈം. ദൈവത്തിന് നന്ദി, നിങ്ങൾ രാജയെ സമയത്തിന് എത്തിച്ചത് കൊണ്ട് അവൻ രക്ഷപ്പെട്ടു എന്ന് പറയാം. ഹീ ഈസ് ഔട്ട് ഓഫ് ഡേഞ്ചർ നൗ. ഇനി പ്രയാസമൊന്നുമില്ല, അവൻ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഗ്രാൻഡ് മദർ ആൻഡ് ഓൾ അതേഴ്സ് താങ്ക് ദ ഓൾഡ് മാൻ. ഇവരൊക്കെ വിചാരിച്ചത് എന്താണ്? ഈ ഓൾഡ് മാൻ്റെ മന്ത്രങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിദ്യ കൊണ്ടൊക്കെയാണ് ഇവനെ പാമ്പ് കടിച്ചതിൽ നിന്നും രക്ഷപ്പെട്ടത് എന്ന് വിചാരിച്ചിട്ട് for the magic cure. They all thanked for the old man for the magic cure. അദ്ദേഹത്തിന് മാജിക് ആയിട്ടുള്ള ഈ ഒരു സംഭവത്തെ കണ്ടിട്ട് ഇവരൊക്കെ അന്താളിച്ച് നിന്ന് താങ്ക് യു ഒക്കെ പറഞ്ഞു, നന്ദിയൊക്കെ പറഞ്ഞു. ഓൺ റിട്ടേണിങ് ഹോം, അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു, ഗ്രാൻഡ് ഫാദർ സെൻറ്റ് ഹിം ഗിഫ്റ്റ്സ്. അങ്ങനെ ഈ ഒരു പ്രായമുള്ള ആളുകൾക്ക് ഈ പാമ്പ് വിദഗ്ധന് ഒരുപാട് ഗിഫ്റ്റുകൾ ഈ ഗ്രാൻഡ് ഫാദർ സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവരൊക്കെ വിചാരിച്ചെന്താണ്? ഇദ്ദേഹത്തിൻ്റെ മഹത്വം കൊണ്ടാണ് ഈ രാജയുടെ കയ്യിൽ പാമ്പ് കടിച്ചത് ഭേദമായി എന്ന് ഇവർ വിചാരിക്കുന്നത്. പക്ഷേ ശരിക്കും എന്താണ്? അവിടെ ചെറിയൊരു ഇൻസെക്റ്റ് കുത്തിയതാണ്, അത് രാജയ്ക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ അത് രാജ പറഞ്ഞിട്ടുമില്ല. ഇതായിരുന്നു ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ഇനി ഒരു സ്റ്റോറിയിൽ കുറച്ച് ചെറിയൊരു ഗ്രാമർ പോർഷൻ അവർ നൽകിയിട്ടുണ്ട്. എന്താണ് നമുക്ക് നോക്കാം. സിമ്പിൾ പാസ്റ്റ്. ഈ ഒരു ചാപ്റ്ററിൽ അവർ സിമ്പിൾ പാസ്റ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്താണ് സിമ്പിൾ പാസ്റ്റ്? The simple past is used to talk about things that happened or existed before now. ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞത്, ജസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്, or existed before now. ഇപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് നടന്നിട്ടുണ്ടായിരുന്ന ഒരു സംഭവം, അതിനെപ്പറ്റി പറയാനാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാറുള്ളത്. ആക്ഷൻസ് ഫിനിഷ്ഡ് ഇൻ ദ പാസ്റ്റ്, സീരീസ് ഓഫ് കംപ്ലീറ്റഡ് ആക്ഷൻ ഇൻ ദ പാസ്റ്റ്. അപ്പോൾ നമ്മുടെ പാസ്റ്റിൽ കഴിഞ്ഞ ഒരു കാര്യം, ഓക്കെ, നമ്മുടെ കുറച്ച് മുൻപേ കഴിഞ്ഞ ഒരു കാര്യത്തെ പറ്റി പറയാനാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാറുള്ളത്. ഓർ സീരീസ് ഓഫ് കംപ്ലീറ്റഡ് ആക്ഷൻസ് ഇൻ ദ പാസ്റ്റ്. നമ്മുടെ പാസ്റ്റിൽ സംഭവിച്ചു പോയ ഒരു ആക്ഷൻസിൻ്റെ സീരീസ് ആണെങ്കിലും ഇനി ഇപ്പോൾ നടന്നിട്ടുള്ളൂ എങ്കിലും അതിനെപ്പറ്റി പരാമർശിക്കാനാണ് നമ്മൾ ഗ്രാമറിൽ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാറുള്ളത്. ഇനി അതിൻ്റെ ഫോം എന്ന് പറയുന്നത്, നമുക്ക് അതൊരു സബ്ജക്റ്റ് വേണം അല്ലേ? ഏതൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്, അതാണ് സിമ്പിൾ ആയിട്ടുള്ള ഫോം. ഇതിൽ സിമ്പിൾ പാസ്റ്റ് നമ്മൾ ഉപയോഗിക്കുക, സബ്ജക്റ്റ് എന്തായാലും ഉണ്ടായിരിക്കും. ദെൻ V2 മീൻസ്
സെക്കൻഡ് ഫോം ഓഫ് ദ വെർബ്. വെർബിൻ്റെ രണ്ടാം ഭാഗത്തെയാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കാറുള്ളത്. എക്സാമ്പിൾ, ഐ എന്നുള്ള സബ്ജക്റ്റ് ഞാൻ, സ്റ്റഡീഡ് എ സ്റ്റോറി യെസ്റ്റർഡേ. ഐ സ്റ്റഡീഡ് എ സ്റ്റോറി യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഒരു കഥ പഠിച്ചിട്ടുണ്ട്. പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? അപ്പം ഇന്നലെ സംഭവിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റഡി എന്നുള്ള വേർഡിൻ്റെ, സ്റ്റഡി എന്ന വെർബിൻ്റെ സെക്കൻഡ് ഫോം അതാണ് സ്റ്റഡീഡ്. ഇത് പഠിച്ചു എന്നുള്ളത്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ കാര്യമായതുകൊണ്ട് തന്നെ നമ്മളത് സിമ്പിൾ പാസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചു. ഐ സ്റ്റഡീഡ് സ്റ്റോറി യെസ്റ്റർഡേ. ദ സെക്കൻഡ് എക്സാമ്പിൾ, ഹി ബ്രോട്ട് എ ഷർട്ട് യെസ്റ്റർഡേ. ഇന്നലെ അവനൊരു ഷർട്ട് വാങ്ങിയിട്ടുണ്ട്. ഹി ബോട്ട് എ ഷർട്ട് യെസ്റ്റർഡേ. അവൻ ഇന്നലെ ഒരു ഷർട്ട് വാങ്ങിയിട്ടുണ്ട്. ബൈ എന്നുള്ള വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ് ബോട്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹി എന്ന സബ്ജക്റ്റ്, ബോട്ട് സെക്കൻഡ് ഫോം ഓഫ് ദ വെർബ്, എ ഷർട്ട് യെസ്റ്റർഡേ. ഇന്നലെ അവനൊരു ഷർട്ട് വാങ്ങിയിട്ടുണ്ട്, അതൊരു ഒബ്ജക്റ്റ്. ഓക്കെ. ദേ റീച്ച്ഡ് ഇൻ എ സ്മാൾ ഹൗസ്. അവർ ചെറിയ വീട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ദേ എന്നുള്ള സബ്ജക്റ്റ്, റീച്ച്ഡ് എന്നുള്ളത് റീച്ച് എന്ന വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ്. ഓക്കെ. ഇൻ എ സ്മാൾ ഹൗസ്, അതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം, ദീസ് verbs are regular verbs because they have d or ed ending as a regular feature in the past tense. ഈ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന വെർബുകളെ നമ്മൾ സാധാരണ റെഗുലർ വെർബ്സ് ഓർ ഇറഗുലർ വെർബ്സ്, ഈ രണ്ട് തരത്തിലുള്ള വെർബ്സുകളാണ് ഉള്ളത്. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ദീസ് വെർബ്സ് ആർ റെഗുലർ വെർബ്സ്. ഇവിടെ റെഗുലർ വെർബ്സ് ആണ് ഉപയോഗിച്ചത്. കാരണം എന്താ? ഓരോ വെർബും അവസാനിക്കുന്ന ഭാഗത്ത് ഒന്നുകിൽ ഡി അല്ലെങ്കിൽ ഇ ഡി എന്നുള്ള ലെറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കൂ, സ്റ്റഡീഡ്, സ്റ്റഡി എന്നുള്ളതിൻ്റെ സ്റ്റഡീഡ്, ദെൻ ബൈ എന്നുള്ളത് ബോട്ട്, ദെൻ ഹിയർ റീച്ച് എന്നുള്ളത് റീച്ച്ഡ്. അപ്പോൾ ഇവിടെ റീച്ച് എന്നുള്ളത് റീച്ച്ഡ് വന്നു, സ്റ്റഡി എന്നുള്ളത് സ്റ്റഡീഡ് വന്നു. ഇതൊക്കെ റെഗുലർ ഫോംസ് ആണ്. എന്നാൽ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കൂ, ബോട്ട് എന്താണെന്നുള്ളത്. അതിൽ നമ്മൾ ഡി ഉപയോഗിച്ചിട്ടില്ല, ഇ ഡിയും ഉപയോഗിച്ചിട്ടില്ല. അതിനെയാണ് ഇറഗുലർ വെർബ്സ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ റെഗുലർ വെർബ്സിൽ ഇത്രയേ ഉള്ളൂ. റെഗുലർ വെർബ്സിൽ ഡി ഓർ ഇ ഡി അവസാനമായിട്ട് വരും. ഇറഗുലർ വെർബ്സിൽ ഡിയോ ഇ ഡിയോ വരില്ല. അതിൻ്റെ സ്പെല്ലിങ്ങിൽ മാറ്റം വന്നിട്ടായിരിക്കും അത് വരിക ഉണ്ടാവുക. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ്, some examples are there. Shock plus ed, shocked. Call plus ed, called. Lift plus ed, lift. Like plus d, liked. Okay. So these are the regular verbs. ഇനി എന്താണ് റെഗുലർ വെർബ്സ് ആൻഡ് ഇറഗുലർ വെർബ്സ് എന്നൂടെ പറയാം. There are two kinds of verbs, regular and irregular. Regular verbs എന്ന് പറയുന്നത് the verbs which take d or ed in their past forms are called regular verbs. പാസ്റ്റ് ഫോംസിൽ ഡി ഓർ ഇ ഡി അവസാനമായിട്ട് വരും. അതിനെയാണ് റെഗുലർ വെർബ്സ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, വർക്ക്, വർക്ക്ഡ്, ചാർട്ട്, ചാർട്ടഡ്. ഓക്കെ. ഇനി എന്താണ് ഇറഗുലർ വെർബ്സ്? When the spelling of the verbs change with the change of when the spelling of the verbs change with the change of tense, they are called irregular verbs. ടെൻസിൻ്റെ കൂടെ കൊടുക്കുന്ന വെർബ്സിന് സ്പെല്ലിങ്ങിൽ മാറ്റം ഉണ്ടാവും. എന്നാൽ അതെന്താണ്? സെക്കൻഡ് ഫോം ഓഫ് ദ വെർബ് തന്നെയാണ്, അത് മാറുന്നില്ല. ഓക്കെ. ഇവിടെ നോക്കൂ, എക്സാമ്പിൾ, ക്യാച്ച് എന്നതിൻ്റെ സെക്കൻഡ് ഫോം ഓഫ് ദ വെർബ് എന്ത് വരും? ക്യാച്ച്ഡ് അല്ല, കോട്ട്. അതിൻ്റെ സ്പെല്ലിങ് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. ദെൻ ബൈ എന്നുള്ളത് ബോട്ട്. കം എന്നുള്ളത് കെയിം. സോ ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് അവിടെ ഉണ്ടാവുക. ആൻഡ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ differentiate between regular and irregular verbs. So this is the chapter. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.